ഹലോ, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ലെസൺ ആണ്. ഓക്കെ, സീനിയർ ക്ലാസ് ലെസൺ ആണ്. സമ്പാദകീയ. സമ്പാദകീയ എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സമ്പാദകീയന്റെ ഇംഗ്ലീഷ് എഡിറ്റോറിയൽ. അപ്പോ കുറേ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കുറെ ന്യൂസ് പേപ്പേഴ്സ് കാണാം. സമ്പാദകീയ. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു मीनिंग है। समाचार पत्र या अन्य किसी पत्रिका का अभिमत प्रकट करने वाला एक लेख എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു കോളത്തിൽ അങ്ങനെ എഴുതുക. ലേഖ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയാം നമുക്ക്. അത് समाचार पत्र या अन्य किसी पत्रिका का अभिमत प्रकट करने वाला एक लेख जो मुख्य रूप से संपादक द्वारा लिखा जाता है. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് ഒരു സമ്പാദകനാണ് ഈ ഇത് എഴുതുന്നത്. ഓക്കെ, यह सहज एवं स्वाभाविक होता है. यह सहज एवं स्वाभाविक होता है. മിക്കവാറും ഇതൊരു സമ്പാദക എഴുതുന്നതുകൊണ്ട് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. दरअसल संपादकीय जनमत को अधिकारियों तक पहुंचाने का सफल प्रयत्न करता है. दरअसल സമ്പാദകീയ ഈ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ജന്മത്കോ, നമ്മുടെ ഈ ലോക്കൽ ആൾക്കാരെ കാര്യങ്ങൾ, ജന്മത്തിന് നമ്മുടെ വ്യൂസ്, നമ്മുടെ പബ്ലിക് വ്യൂസ്, ഇതൊക്കെ ഈ അധികാരിയോ വലിയ വലിയ ആൾക്കാർ, അധികാരികളെ അടുത്ത് എത്തിക്കാനുള്ള ഒരു പ്രയത്നം കൂടിയാണെന്ന് പറയാം ഈ എഡിറ്റോറിയൽ പേജ്. संपादकीय विषय केंद्रित या समस्या केंद्रित हो, समकालीन घटनाओं और समस्याओं पर संपादकीय लिखा जाता है. ഇത് എന്തെങ്കിലും ട്രൂ സ്റ്റോറീസ് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ സമ്പാദകീയ എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുതുന്നത്. एडिटोरियल जनता द्वारा जनता के लिए की जाने वाली जनता की राजतंत्र में जब जनता अधिकारों से वंचित हो जाती है तब उसकी आवाज बनकर संपादकीय. അപ്പോ എന്നാ जनता द्वारा जनता के लिए की जाने वाली जनता की राज जनतंत्र में जब जनता अधिकारों से वंचित रहता. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു കോമൺ മാന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾ അറിയുന്നില്ല, വല്ല എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് വന്നു, ഇപ്പൊ പെൻഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വന്നു, അത് കോമൺ മാൻ അറിയുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ സാധാരണ ജീവിക്കുന്ന ആൾക്കാരുടെ അധികാരമാണ്. ആ അധികാരങ്ങളൊക്കെ അറിയിക്കാനും പുറത്തെടുക്കാനും പബ്ലിക്കിനെ, നാലുപേരെ അറിയിക്കാനുള്ള ഒരു ആവാസാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് മൈക്ക് എടുത്ത് എല്ലാവരുടെയും പറയാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിന്റ് ചെയ്ത് ആർട്ടിക്കിൾ നമുക്ക് അയക്കാം. അപ്പൊ ന്യൂസ് പേപ്പറിനകത്ത് എല്ലാവരും വായിക്കും. ആപ്കി ആവാസ്, ഇത് ദൈനിക് ജാഗരണിലെ സോമവാർ 19 അഗസ്റ്റ് 2013 ഒരു ആർട്ടിക്കിൾ ആണ്, എഡിറ്റോറിയൽ യു ക്യാൻ സേ. അപ്പോ बढ़ती बीमारियां എന്ന് പറയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ. राजधानी में डेंगू और मलेरिया के मामले का बढ़ना गंभीर चिंता का विषय है. राजधानी എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ दिल्ली में डेंगू और मलेरिया കൂടുന്നതിന് गंभीर चिंता का विषय है, ഒരു വലിയൊരു आलोचना विषयമാണ്. ऐसे समय में जबकि कुछ राज्यों में मलेरिया विभाग समाप्त कर दिया गया है, दिल्ली में मलेरिया फैलना निस्संदेह किसी लापरवाही की ओर संकेत करता है. ऐसे समय में जबकि कुछ राज्यों में, ഈ ഇങ്ങനത്തെ സമയത്ത് ചില രാജ്യങ്ങളിൽ മലേറിയ എന്ന് മുന്നേ രോഗം തന്നെ ഇല്ല, പക്ഷെ ഡൽഹിയിൽ ഈ മലേറിയ കൂടുതലെന്ന് തന്നെ എന്തോ ഒരു നിസ്സന്ദേഹ കിസി ലാപർവാഹി എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവുകുറവ് കാരണമാണ് ഇത് വരുന്നതെന്ന് പറയുന്നത്. हर वर्ष बरसात में बीमारियों का फैलना इस बात का प्रमाण है कि इसके स्थायी निवारण के लिए गंभीर प्रयास नहीं किया जा रहा है. हर वर्ष बरसात में बीमारी, ഈ മഴക്കാലത്താണ് ഈ ഡെങ്കു മലേറിയ ഒക്കെ വരുന്നത്. ഇത് കൂടുന്നതിന്റെ ഒരു കൂടുന്നതിന്റെ ഒരു കാരണം എന്തോ ഒരു
നമ്മുടെ എന്തോ ഒരു കഴിവ് കുറവാണെന്നാ പറയുന്നത്. ഫെൽന ഇസ് ബാത് കാ പ്രമാൺ ഹേ കി, പ്രമാണം എന്ന് പറയുമ്പോ ഇതിന്റെ ഒരു തെളിവാണെന്ന് കി ഇസ്കെ സ്ഥായി നിവാരണ കെ ലിയെ ഗംഭീർ പ്രയാസ് നഹീ കിയാ ജാ രഹാ. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ആരും പ്രയത്നം ചെയ്യുന്നില്ല എന്ന്. സ്ഥിതി की गंभीरता का अंदाजा इससे लगाया जा सकता है कि अकेले यमुना पार इलाके में मलेरिया के 29 मामले सामने आए हैं. അപ്പോ ഈ സ്ഥിതിയുടെ സീരിയസ്നെസ് നമുക്ക് ഇത് വായിച്ചാൽ അറിയാന്ന്. കി അക്കേലെ ഒറ്റയ്ക്ക് യമുനാപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ 29 മലേറിയ ആൾക്കാരുണ്ടെന്ന്, മലേറിയയുടെ കേസസ് ഉണ്ടെന്ന്. ഹർ സാൽ സർക്കാർ ഇൻ ബിമാരിയോं की रोकथाम के लिए उपाय करने की बात कहती है. എല്ലാ വർഷവും സർക്കാർ ഗവൺമെന്റ് പറയും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന്. लेकिन बीमारियों पर प्रभावी तरीके से रोक नहीं लगाई जा सकी. പക്ഷേ ഈ രോഗങ്ങളെ പൂർവ്വതായി മാറ്റാൻ, കംപ്ലീറ്റ് ആയി മാറ്റാൻ ഇതുവരെ പറ്റിയില്ല. लोगों के मलेरिया की चपेट में आने के बाद नगर निगम ने पीड़ित लोगों के घरों और आसपास के इलाकों में दवा का छिड़काव कराने का दावा किया है. ലോഗോം കെ ആൾക്കാർക്ക് ഈ മലേറിയക്ക് ചപ്പേട്ട് മേൽ, മലേറിയയുടെ ഈ അസുഖം വന്നതിന് ശേഷം ഈ നഗർ നിഗംകാര് നമ്മുടെ മലേറിയ വന്നവരെ വീടും അതിന്റെ അടുത്തൊക്കെ ദവാക്ക ചിടുക്കാവും, ഈ മരുന്നടിക്കില്ലേ, ഈ നമ്മുടെ മലേറിയ കൊതു പോകാനുള്ള മരുന്ന് അടക്കില്ലേ, അതിന്റെ പ്രയത്നം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇലാക്കോമി ദവാക്ക ചിടുക്കാ കർണേ കാ ദാവാ കിയ, ലേക്കിൻ एहतियाती कदम अगर पहले उठाए जाते तो ऐसे हालत से बचा जा सकता था. ബട്ട് ഇത് ചിടക്കാവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ലേക്കിൻ എഹ്തിയാത്തി കദം, എഹ്തിയാത്തി എന്ന് പറയുമ്പോൾ നമ്മള് പ്രിക്കോഷണറി മെഷേഴ്സ് ആദ്യമേ എടുക്കുമായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. इस बात से कतई इनकार नहीं किया जा सकता कि बारिश के दिनों में बड़ी संख्या में मच्छर पैदा होने का सामान्य बात है. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബാരിഷ് കെ ദിനോ മേ, മഴക്കാലത്താണ് ഈ കൊതുകള് ഉണ്ടാകുന്നത്, ജനിക്കുന്നത്. അതൊരു സാധാരണ കാര്യമാണ്. ഇസ്കെ പരിണാം സ്വരൂപ് മലേറിയ വ ഡെങ്കു ജैसे बीमारियां जन्मती. ഇത് കാരണമാണ് ഈ മഴക്കാലത്താണ് ഈ മലേറിയ, ഡെങ്കു, കൊതുകിനോട് സംബന്ധിച്ചുള്ള രോഗങ്ങള് വരുന്നത്. लेकिन मच्छरों के पैदा होने से रोकने के लिए यह आवश्यक है कि सरकारी स्तर पर इसके लिए अविलंब गंभीर प्रयास किया जाए. പക്ഷേ ഈ മच्छर पैदा करने होने के रोकने के लिए, ഈ മच्छरों के पैदा, ഇത് ഇവര് ഈ മുട്ടയുണ്ടാവുന്ന ഈ മഴക്കാലത്ത് ഈ വൃത്തിയില്ലാത്ത വെള്ളത്തിലൊക്കെയാണ് ഈ കൊതുകിന്റെ മുട്ടയൊക്കെ വിരിയുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാൻ ഗവൺമെന്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. മലേറിയ के बढ़ते मामले को रोकने की जिम्मेदारी सरकार व स्थानीय प्रशासन की अवश्य है. लेकिन दिल्ली वासियों को भी इस कार्य में पूरी तरह सहयोग करना चाहिए. ഇത് ഗവൺമെന്റും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ വില്ലേജോ എല്ലാവരും റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷേ ദില്ലി വാസിയെ, നമ്മൾ പ്രത്യേകിച്ച് താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം എന്നാണ്. മീൻസ് നമ്മൾ ഇപ്പൊ ഇത് ദില്ലി വാസിയാണ്, ദില്ലിയിലാണെങ്കിൽ അവര് ഓരോ മെമ്പറ് ഓരോ ഇൻഡിവിജ്വല് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ്. നമ്മളത് പ്രയത്നം ചെയ്യണം. അത് ഇല്ലാതാവാതിരിക്കുക. എല്ലാവരും ഹൈജീനിക് കണ്ടീഷൻസ്, വെള്ളം കളക്ട് ആവാണ്ട് നോക്കുക, വീട് വൃത്തിയാക്കി വെക്കുക, വീടിന്റെ ഏരിയ വൃത്തിയാക്കി വെക്കുക, അങ്ങനെ നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ നമ്മളും നോക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇതായിരുന്നു, ദൈനിക് ജാഗരണിലെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വേണം. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മളവിടെ ബിമാരിയ കേസെ ജനം ലെത്തിയ ഓരോ അസുഖങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അസുഖങ്ങളുടെ ഒക്കെ റീസൺ ഇത് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് എല്ലാവരും ശ്രദ്ധിച്ച്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ COVID-19 നമ്മൾ പറയാം, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹൈജീനും പിന്നെ പ്രിക്കോഷനും സാനിറ്റൈസറും എല്ലാ പുറത്ത് പോലെ എല്ലാം നമ്മള് കുറെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ രോഗത്തെയും നമുക്ക് അതിജീവിച്ച് നമുക്ക് രക്ഷപ്പെടാന്നാണ്. ഈ ഏത് അസുഖത്തിന്റെയും പ്രിക്കോഷൻസ് എടുക്കാനാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് മരുന്നും കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ പ്രിക്കോഷൻസ് കെയർഫുള്ളി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ കുറെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, ലോകത്തെ രക്ഷിക്കാം. അപ്പൊ ഇതൊരു നല്ല ചാപ്റ്റർ ആയിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇതിന്റെ താഴെ കുറെ चर्चा बिंदु ഉണ്ട്. चर्चा करें संपादकीय लेखन कैसे, विषय का चुनाव, विषय के जरूरी तथ्य, समस्या प्रस्तुति का ढांचा, समर्थन का तरीका, संपादकीय भाषा, शीर्षक,
बढ़ती बीमारियों में किस विषय की चर्चा हुई है? അപ്പോൾ ഇത് बढ़ती बीमारियों में നമ്മുടെ ഡെങ്കു ആൻഡ് മലേറിയ की चर्चा हुई है. അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതേണ്ടതാണ്. ഇതാണ് വേറെ ഒരു ആർട്ടിക്കിൾ പോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. കേരള सड़क हादसे में 2 की मौत 12 घायल. കൊല്ലം ജില്ലേ में एक मिनी बस के पलटने से ഒരു മിനി ബസ് മറിഞ്ഞപ്പോ കൊല്ലം ജില്ലയിൽ 2 लोग की मौत हो गई. 2 പേര് മരിച്ചു. 12 लोग घायल हो गए. 12 പേർക്ക് പരിക്ക് പറ്റി. इनमें 3 लोगों का हाल गंभीर है. ഇതിനകത്ത് 3 ആൾക്കാർ സീരിയസ് ആണ്. जलाधीशा ने बताया है कि पुनलुरु के पास तेनमला में हुआ इस हादसे में एक ही मौके पर ही मौत हो गई. അപ്പോൾ ഈ ഇൻസിഡന്റ് യുവരണത്തിന്റെ സ്പോട്ട് തന്നെ മരിച്ചുപോയി. जबकि दूसरे ने अस्पताल में पहुंचने पर दम तोड़ी. पर മറ്റേ ആൾ ആസ്പത്രി എത്തിയിട്ടാണ് മരിച്ചത്. മിനി ബസ് തേൻമല के കൊല്ലം जा रही थी. मिनी बस തേൻമലയിൽ നിന്ന് കൊല്ലത്തേക്ക് പോവായിരുന്നു. पुलिस और प्रत्यक्षदर्शियों को मुताबिक बस काफी तेज गति से जा रही थी. പോലീസും നോക്കി നിൽക്കുന്ന ആൾക്കാരെ ഇത് കാരണം ഇത് പറയുന്നത് ഈ ബസ് ഭയങ്കര സ്പീഡിലായിരുന്നു പോയിരുന്നത്. इसी दौरान चालक अपना नियंत्रण खो बैठा और बस पेड़ से टकराकर पड़ गई. ആ സമയത്ത് നമ്മുടെ ഡ്രൈവർ നിയന്ത്രണം തെറ്റിപ്പോയി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് പേട് സെ ടക്കറാക്കർ പലട് ഗയി. ബസ് മരത്തെ തട്ടി മറിഞ്ഞു വീണു എന്നാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഹോംവർക്ക്സ് ഉണ്ടായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്. Hope you understand this lesson. Okay, bye.